ലീപ്പ് ഇയർ സെലക്ട് ചെയ്താൽ 53 അപ്പൊ എന്താ കമന്റ്സ് വരിക? ലീപ്പ് ഇയർ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ലീപ്പ് ഇയർ ലീപ്പ് എന്തായിരിക്കും? അങ്ങനെയാണല്ലേ അർത്ഥം? LEAP. അതുകൊണ്ടാണ് സ്പെല്ലിംഗ് അടക്കം പറഞ്ഞത്. LEAP ലീപ്പ് ഇയർ, ലീപ്പ് എന്നുള്ള സ്പെല്ലിങ്. ഓക്കെ, വേറെ എവിടെ ചോദിച്ചു നോക്കാം. അപ്പം മീനിങ് കറക്റ്റായിട്ടൊക്കെ വന്നിട്ടില്ല. നെക്സ്റ്റ് അലീന ജോസഫ്. ഗുഡ് മോർണിംഗ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അപ്പൊ മീനിങ് എന്താ ക്വസ്റ്റ്യൻ്റെ? ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാല് എന്താണ്? ലീപ്പ് ഇയർ കേട്ടിട്ടില്ല. നെക്സ്റ്റ് ശ്രീരാഗ്. ഗുഡ് മോർണിംഗ് ശ്രീരാഗ്. ലീപ്പ് ഇയർ എന്താണ് കേട്ടിട്ടില്ലേ? ഗൂഗിളിൽ അടിച്ച് നോക്കണ്ട, അറിയാമോ? അറിയില്ല. നെക്സ്റ്റ് അക്ഷയ്. ലീപ്പ് ഇയർ അറിയോ? അക്ഷയ് ഏതാണ്? അക്ഷയ് പറഞ്ഞോ. പെട്ടെന്ന് അറിയായിരുന്നോ ഇത് സംഭവം? അപ്പൊ അത് തന്നെയാണ് ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ മലയാളം മീനിങ് അതിവർഷം എന്നാണ്. അതിവർഷം എന്നാണ്. ശ്രദ്ധിച്ചോ, ലീപ്പ് ഇയർ ആർക്കെങ്കിലും അറിയാവുന്നതാക്കാൻ വേണ്ടിയാണ്. ഗൂഗിളൊന്നും പെട്ടെന്നൊന്നും ആൻസർ ഒന്നും തരില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നിന്നാലൊക്കെ. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അതിവർഷം എന്നാണ് മീനിങ്. അതിവർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഫെബ്രുവരി 29 വരുന്നത്. 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ വരുവാന്ന് അറിയാം. 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി 29 ദിവസം ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നോർമൽ ഇയർ എന്ന് പറഞ്ഞാല് സാധാരണ വർഷം. നോർമൽ ഇയർ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ചോദിച്ചത് ലീപ്പ് ഇയർ ആണ്. നോർമൽ ഇയർ, ലീപ്പ് ഇയർ. നോർമൽ ഇയർ എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ് ഉണ്ടാവുക. നോർമൽ ഇയർ 365 ഡേയ്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, ഒരു വർഷത്തിൽ 365 ദിവസമാണ് ഉണ്ടാവുക. കാലം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പണ്ട് വരെ ഇങ്ങനെ 365 കാലം എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 4 വർഷം കൂടുമ്പോൾ 4 കാല് കൂടിയിട്ടാണ് 4 വർഷം കൂടുമ്പോൾ എങ്ങനെയാവുന്നത്? ഒരു ദിവസം അധികം വരുന്നത് ഫെബ്രുവരിയിൽ. അപ്പൊ പണ്ട് ഇങ്ങനെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് 365 ഡേയ്സ് എന്നൊക്കെ. 365 നോർമൽ ഇയർ എന്ന് പറഞ്ഞാൽ. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അതിവർഷത്തിൽ 366 ദിവസം ഉണ്ടാവും. അതിവർഷത്തിൽ 366 ദിവസം, ഒരു വർഷത്തിലെ കാര്യമാണ്. അതിവർഷം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അതിവർഷം? ഫെബ്രുവരി 29 വരുമ്പോൾ 4 വർഷം കൂടുമ്പോഴാണ് അതിവർഷം ഉണ്ടാവുക. 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്. ഈ ലീപ്പ് ഇയറിനെ പറ്റിയൊക്കെ ഒരുപാട് പഠിക്കാറുണ്ട്. കലണ്ടർ എന്ന് പറഞ്ഞ ടോപ്പിക്കൊക്കെ PSCക്ക് പഠിക്കുമ്പോൾ അതിനെപ്പറ്റി പഠിക്കും. അപ്പൊ അതാണ് ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അതിവർഷം. 4 വർഷം കൂടുമ്പോഴാണ് എന്തുണ്ടാവുക? അതിവർഷം ഉണ്ടാവുക. 4 വർഷം കൂടുമ്പോൾ 366 ഡേയ്സ് ഉണ്ടാവും. 366 ഡേയ്സ് ആണ് ലീപ്പ് ഇയർ ഉണ്ടാവുക. നോർമൽ ഇയറിൽ 365 ഡേയ്സ്. അപ്പൊ അതാണ് ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ. നോർമൽ ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2000 എന്ന് പറഞ്ഞ വർഷം ലീപ്പ് ഇയർ ആയിരുന്നു. 2004 ലീപ്പ് ഇയർ ആണ്. 2008 ലീപ്പ് ഇയർ ആണ്. 2012, 2016, 2020 കഴിഞ്ഞ വർഷം ലീപ്പ് ഇയർ ആയിരുന്നു. നിങ്ങൾക്ക് കലണ്ടർ നോക്കി അറിയാം. ഫെബ്രുവരി 29 ഉണ്ടായിരുന്നു. ഈ വർഷം 2021 ലീപ്പ് ഇയർ അല്ല. അപ്പം 366 ദിവസം ഉണ്ടാവും ലീപ്പ് ഇയറിൽ. നോർമൽ ഇയർ എന്ന് പറഞ്ഞാൽ 365. നോർമൽ ഇയർ സാധാരണ വർഷം. നോർമൽ ഇയർ എന്ന് പറഞ്ഞാൽ 365 ഡേയ്സ്. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 366 ഡേയ്സ്. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് ഓർത്ത് വെക്കണം. ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. ഇനി പ്രോബ്ലം ഇതാണ്. ഇത് PSC എക്സാമിനും ബാങ്ക് എക്സാമിനും ഒക്കെ ചോദിക്കുന്ന, കോമ്പറ്റീറ്റീവ് എക്സാമിനും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സാമിനും 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന, 2-3 മാർക്കിന് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ലീപ്പ് ഇയർ സെലക്ട് അറ്റ് റാൻഡം വിൽ കണ്ടെയ്ൻ 53 സൺഡേസ്? ഒരു ലീപ്പ് ഇയർ സെലക്ട് ചെയ്താൽ അതിൽ 53 ഞായറാഴ്ച, സൺഡേസ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച, ഒരു ലീപ്പ് ഇയർ സെലക്ട് ചെയ്താൽ അതിനകത്ത് 53 സൺഡേസ് വരാനുള്ള പ്രോബിലിറ്റി. ഒരു ലീപ്പ് ഇയർ സെലക്ട് ചെയ്താൽ അതിനകത്ത്
53 സൺഡേസ് വരാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഈ 53 സൺഡേസ് എന്നൊക്കെ സൺഡേ ചോദിക്കാൻ കാരണം ഇപ്പൊ സാധാരണ 360 ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ 7 ഡേയ്സ് ആണ്. നിങ്ങൾക്കറിയാം ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ 7 ഡേയ്സ്. അപ്പൊ 7 ഡേയ്സ് ആണ് ഒരു വീക്ക്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, 366 ഡേയ്സ് ആണ്. ലീപ് ഇയർ ഈസ് ഈക്വൽ ടു 366 ഡേയ്സ്, 366 ഡേയ്സ്. അത് എത്ര വീക്ക് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എത്ര വീക്ക് ഉണ്ടാവും ഒരു ലീപ് ഇയറിൽ, എത്ര ആഴ്ചകൾ ഉണ്ടാവും, എത്ര വീക്കുകൾ ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് 366നെ 7 കൊണ്ട് ഡിവൈഡ്, 7 ദിവസമാണ് ഒരു വീക്ക്. അപ്പൊ എത്ര വീക്ക്, എത്ര ആഴ്ചകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ എത്ര വീക്ക് നമുക്ക് കിട്ടും? 52 വീക്സ് കിട്ടും. 52 വീക്കുകൾ ഉണ്ടാവും. അപ്പം 52 വീക്സ് അഥവാ 52 ആഴ്ചകൾ, 52 ആഴ്ച പ്ലസ് 2 ഡേയ്സ്, 2 ഡേയ്സ് എന്ത് വരുന്നുണ്ട്? ബാക്കി വരുന്നുണ്ട്. ഇവിടെ വരുന്ന ഈ 2 ഡേയ്സ് കാണുന്നില്ലേ? ഇത് 2 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 2 ദിവസം ബാക്കി വന്നതാണ്. 52 ആഴ്ച കൃത്യമായിട്ട് കിട്ടും. 366 ദിവസമാണ് ലീപ് ഇയർ ഉണ്ടാവുക. ലീപ് ഇയറിലെ 7 ദിവസമാണ് ഒരാഴ്ച. അങ്ങനെയാണെങ്കിൽ 7 ഡിവൈഡ് ചെയ്യുന്ന ആഴ്ചകളുടെ എണ്ണം കിട്ടും. അപ്പം 52 ആഴ്ചകൾ നമുക്ക് കിട്ടും. 52 ആഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു സൺഡേ എന്തായാലും ഉണ്ടാവും. അപ്പൊ 52 സൺഡേ എന്തായാലും കിട്ടും. അവര് ചോദിച്ചത് എന്താണ്? 53 സൺഡേസ് കിട്ടാനുള്ള പ്രോബിലിറ്റി. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. 52 സൺഡേ എന്തായാലും കിട്ടും. എന്തുകൊണ്ട്? 52 ആഴ്ചകൾ ഉണ്ടാവും ലീപ് ഇയറിൽ. 52 ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു സൺഡേ എന്തായാലും ഉണ്ടാവും. അപ്പൊ 52 സൺഡേസ് ഉണ്ട്. 52 വീക്സ് ഉണ്ടെങ്കിൽ 52 സൺഡേസ് ഉണ്ട്. നമ്മളോട് ചോദിച്ചത് എന്താണ്? 53 സൺഡേസ് കിട്ടാനുള്ള പ്രോബിലിറ്റി. 53 സൺഡേസ്, ഒരെണ്ണം കൂടെ അധികം കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പൊ അതെങ്ങനെ ചെയ്യും നോക്കാം. അതിവിടെ ചെയ്യേണ്ടത്, ഇവിടെ റിമൈൻഡർ വന്ന ശിഷ്ടം വന്ന ഈ റിമൈൻഡർ വന്ന 2 എന്ന് പറഞ്ഞാല് 2 ദിവസമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇനി പ്രോബ്ലം പോകുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ പ്രോബ്ലം മുന്നോട്ട് പോകുന്നത്. ഇവിടെ കൊണ്ട് നമ്മുടെ എന്താണ് വീക്ക് 52 വീക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 52 വീക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 52 സൺഡേസ് ഉണ്ടാവും. ഇനി ഈ 2 ദിവസം വെച്ചിട്ടാണ് നമ്മുടെ പ്രോബിലിറ്റി. ആ 2 ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പ്രോബിലിറ്റി. അപ്പൊ ആ 2 ദിവസത്തെ ചാൻസ്, ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ വിചാരിക്കും, ഇപ്പൊ ഒരു ലീപ് ഇയറിൽ 52 ആഴ്ചകൾ ഉണ്ടായിരുന്നു. 52 ആഴ്ചകൾ എന്ന് പറഞ്ഞാൽ 52 സൺഡേസ് കിട്ടി. ബാക്കി 2 ദിവസം വരും എന്ന് വെച്ചാൽ ഇപ്പൊ ബാക്കി 2 ദിവസം വരുന്നുണ്ടല്ലോ, ബാലൻസ് വരുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞ 2 ദിവസങ്ങളാണിത്. ഈ 2 ദിവസങ്ങൾ ഏത് ദിവസം വേണമെങ്കിലും ആകാം, ബാക്കി വരുന്ന 2 ദിവസം. അപ്പൊ ആ 2 ദിവസങ്ങളിൽ ഒന്ന് സൺഡേ ആണെങ്കിൽ, ഒരു ദിവസം സൺഡേ ആണെങ്കിൽ, ഒന്നാമത്തെ ദിവസം സൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് ദിവസം എന്ത് തന്നെയായിരിക്കണം? മൺഡേ ആയിരിക്കണം. എന്തുകൊണ്ടാണ്? അടുത്തടുത്ത 2 ദിവസങ്ങളാണ്. ഇപ്പൊ ഡിസംബർ 29 വരെയുള്ളത് ആയി, 30, 31 ആണ് 2 ദിവസം ബാക്കി വന്നെന്ന് വിചാരിക്കും. അപ്പം ഒരു ദിവസം സൺഡേ ആണെങ്കിൽ മറ്റേ ദിവസം എന്ത് തന്നെയായിരിക്കണം? മൺഡേ ആയിരിക്കണം. ചാൻസുകളാണ് എഴുതുന്നത്. ഒരു ദിവസം സൺഡേ ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്തായിരിക്കും? 2 ദിവസമാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ദിവസം എന്തായിരിക്കണം? മൺഡേ ആയിരിക്കണം. പിന്നെ ഒന്നാമത്തെ ദിവസം മൺഡേ ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം എന്തായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. ഒന്നാമത്തെ ദിവസം ട്യൂസ്ഡേ ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം, ഇതിന്റെ എല്ലാ കോമ്പിനേഷൻ നമ്മൾ എഴുതണം. രണ്ടാമത്തെ ദിവസം വെനസ്ഡേ ആയിരിക്കും. ഒന്നാമത്തെ ദിവസം വെനസ്ഡേ ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം തേഴ്സ്ഡേ ആയിരിക്കും. ഒന്നാമത്തെ ദിവസം തേഴ്സ്ഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ വരും. ആദ്യത്തെ ദിവസം ഫ്രൈഡേ ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം സാറ്റർഡേ വരും. ആദ്യത്തെ ദിവസം സാറ്റർഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ സൺഡേ വരും. ഇത്രയും കോമ്പിനേഷൻസ് ആണ് ഇതിനുണ്ടാവുക. ഈ 2 ദിവസം എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്നിൽ വേണം വരാൻ. വേണ്ടി ഈ 2 ദിവസം എന്ന് പറഞ്ഞത്, ഈ ബാക്കി വരുന്ന ഈ 2 ദിവസം ഇതിലേതെങ്കിലും ഒന്നായിട്ടാണ് വരിക. എന്നുവെച്ചാൽ ഒരു ദിവസം സൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് ദിവസം ഫ്രൈഡേ ആകൂല. എന്തുകൊണ്ട്? അടുത്തടുത്ത 2 ദിവസമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ലോജിക്കായിട്ട് ആലോചിക്കാം, അടുത്തടുത്ത 2 ദിവസമേ വരുള്ളൂ. അപ്പം സൺഡേ ആണെങ്കിൽ മൺഡേയെ വരുള്ളൂ നെക്സ്റ്റ് ദിവസം. അല്ലാണ്ട് സൺഡേ ആണെങ്കിൽ പെട്ടെന്ന് വെനസ്ഡേ ഒന്നും നെക്സ്റ്റ് ദിവസം ആവില്ല. ഒരു ദിവസം മിസ് ചെയ്തൊന്നും പോകില്ല. തൊട്ടടുത്തടുത്ത 2 ദിവസങ്ങളെ വരുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ കോമ്പിനേഷൻ. സൺഡേ ആണെങ്കിൽ മൺഡേ, മൺഡേ ആണെങ്കിൽ ട്യൂസ്ഡേ, ട്യൂസ്ഡേ ആണെങ്കിൽ വെനസ്ഡേ. ഇങ്ങനെയാണ് കോമ്പിനേഷൻസ്. അപ്പൊ ഇത് എഴുതാൻ നമുക്ക് അറിയേണ്ടത്. എങ്ങനെ എഴുതിയെന്ന് വെച്ചാല് 2 റിമൈൻഡർ വന്നത്, 2 ദിവസമാണ് ബാക്കി വന്നത്. ഈ 2 ദിവസം ഏതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്? ഈ 2 ദിവസം ഇതിലേതെങ്കിലും ഒന്നാകാം. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വരാം. ഈ ബാക്കി വരുന്ന 2 ദിവസം ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വരാം. ഈ 2 ദിവസം ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വരാം. ഇനി നമുക്ക് ആൻസറിലേക്ക്, ഇനി ഡയറക്റ്റ് ആൻസർ ആയി. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ ആയി. എന്താണ് ആൻസർ? പ്രോബിലിറ്റി ഓഫ് 53 സൺഡേസ്. പ്രോബിലിറ്റി ഓഫ് P of 53 Sundays is equal to probability of 53 Sundays is equal to 53 സൺഡേ ആയിട്ടാണ് പ്രോബിലിറ്റി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. ഇതിനകത്ത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. ഈ 7 എണ്ണത്തിനകത്ത് സൺഡേ വരുന്ന എത്ര എണ്ണം ഉണ്ട്? സൺഡേ വരുന്ന എത്ര എണ്ണം നോക്കും. ഇവിടെ ഒരു സൺഡേ ഉണ്ട്, ഇവിടെ സൺഡേ ഉണ്ട്. ഈ 2 എണ്ണത്തിലെ സൺഡേസ് ഉള്ളൂ. അപ്പൊ ഈ 7 എണ്ണത്തില്
എത്ര എണ്ണത്തിൽ സൺഡേസ് വരാം? ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, രണ്ടെണ്ണത്തിൽ. അപ്പം 53 സൺഡേസ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാ? 2/7. 2/7 ആണ് 53 സൺഡേസ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഓഫ് 53 സൺഡേസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2/7. എങ്ങനെ 2/7 വന്നത്? 7 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിട്ട് ഈ ബാക്കി വരുന്ന ഈ 2 ദിവസം വരാൻ ചാൻസ് ഉള്ളൂ. ഈ 2 ദിവസം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ടാണ് വരിക. അപ്പൊ ഇതില് സൺഡേസ് വരാൻ എത്രയുണ്ട്? ഇവിടെ ഒരു സൺഡേ ഉണ്ട്, ഇവിടെ ഒരു സൺഡേ ഉണ്ട്. രണ്ടെണ്ണം സൺഡേസിന്റെ ഡേയ്സ് ഉള്ളൂ. അപ്പം പ്രോബിലിറ്റി ഓഫ് 53 സൺഡേസ് ഈസ് ഈക്വൽ 2/7. ഇനി ഈ ബേസിൽ ഇങ്ങനെ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലീപ് ഇയർ സെലക്ടഡ് അറ്റ് റാൻഡം? 53 സൺഡേന്നോ മൺഡേന്നോ ഏത് ദിവസം വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ മൺഡേ ചോദിക്കാം, ട്യൂസ്ഡേ ചോദിക്കാം. ഏത് ദിവസം ചോദിച്ചാലും ആൻസർ എന്തായിരിക്കും? 2/7 ആയിരിക്കും. ആൻസർ മാറില്ല. ആൻസറും സ്റ്റെപ്പുകളും എല്ലാം സെയിം ആണ് ഈ ക്വസ്റ്റിനകത്ത്. എന്തുകൊണ്ടാ? ഇനി ഇങ്ങനെ ചെയ്യാനുള്ളൂ, വേറെ ഇതിന് വഴികളൊന്നുമില്ല. അപ്പൊ ഈ മൺഡേ ചോദിച്ചാലും 2 മൺഡേ ഉള്ളത്, ട്യൂസ്ഡേ ചോദിച്ചാലും 2 ട്യൂസ്ഡേ ഉള്ളത്, വെനസ്ഡേ ഏത് ദിവസം ചോദിച്ചാലും 2 ഉണ്ടാവുക. അപ്പൊ 2/7 ആണ് ഇതിന്റെ ഫിക്സഡ് ആൻസർ ആണ്. ഇത് ഫിക്സഡ് ആൻസർ ആണ്. എന്താണ്? ഒരു 53 സൺഡേ കിട്ടാനുള്ളത് 2/7, 53 മൺഡേ ആണെങ്കിലും 2/7, ഏത് ദിവസം ആണെങ്കിലും 2/7 ആയിരിക്കും ആൻസർ. അപ്പൊ ഇതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സ്റ്റെപ്പുകളോ കണക്കുകളോ ഒന്നുമില്ല. നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്താൽ മാത്രം മതി, ലോജിക്ക് വർക്ക് ചെയ്യണം. വേറെ ഇതിനകത്ത് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നുമില്ല. ലീപ് ഇയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ലീപ് ഇയറിൽ എത്ര വീക്ക് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം, അത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് 52 വീക്കാന്ന് കണ്ടുപിടിക്കണം. റിമൈൻഡർ 2 വരുന്നത്, ശിഷ്ടം 2 വരുന്നുണ്ട്. ഈ 2 എന്ന് പറഞ്ഞാൽ ഈ 2 വെച്ചാണ് നമ്മുടെ പ്രോബ്ലം പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ 2 ദിവസമാണ്. 2 ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങൾ ഇതൊക്കെ ആകാം, ഈ കോമ്പിനേഷൻസ് ഒക്കെ ആകാം. ഇത്രയും രീതിയിലാണ് ഇതിന്റെ കോമ്പിനേഷൻ. ഇത്രയാണ് 7 എണ്ണേ ഉള്ളൂ. 7 എണ്ണത്തിൽ നമ്മളോട് ചോദിച്ചത് സൺഡേ വരുന്നതാണ്. അപ്പം 7ൽ 2 2/7 2/7 ആണ് സൺഡേസ് വരാനുള്ളത്. ഏത് ദിവസം ചോദിച്ചാലും 2/7 ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ. അപ്പൊ ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ നോക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കാം. ആൽഫി, ഗുഡ് മോർണിംഗ്. ആൽഫി, ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെയാണ്. ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ. എങ്ങനെയൊക്കെയാ അപ്പൊ നമ്മുടെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാ പോയത്? അപ്പം അങ്ങനെ കോമ്പിനേഷൻസ് എഴുതി. അപ്പൊ 7 കോമ്പിനേഷൻസ് ഉണ്ട്. ഇതിനകത്ത് സൺഡേ വരുന്നത്. ഇതിൽ ഏത് ദിവസം ചോദിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. മൺഡേ ചോദിച്ചാലും ട്യൂസ്ഡേ ചോദിച്ചാലും ഏതാണെങ്കിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് പ്രതീഷ്. പ്രതീക്ഷ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാസ്സിലൊക്കെ ഇടയ്ക്ക് കയറലുള്ളൂ. ക്ലിയർ ആണ്. സിമ്പിൾ ആണ്, പക്ഷെ ലോജിക് ഒന്ന് മനസ്സിലാക്കി നോക്കണം. ലീപ് ഇയർ ഒക്കെ അറിയുന്ന ആദ്യേ. അപ്പം സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. കണ്ടന്റ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ലോജിക് ഒന്ന് അറിഞ്ഞാൽ മതി. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് നിഖിൽ KM. അറ്റൻഡൻസും കൂടെ മാർക്ക് ചെയ്തേക്കാം. നിഖിൽ KM, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിഖിലെ? പറഞ്ഞു. ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ ആണോ? എവിടെ ഈ 2/7 ഒക്കെ വന്നതെല്ലാം ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നവനീത്. നവനീത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്, ഡൗട്ടൊന്നുമില്ല. നെക്സ്റ്റ് മീരാനന്ദൻ. ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലീപ് ഇയർ ഒക്കെ എന്താണെന്നറിയാം. നെക്സ്റ്റ് അമൃതേഷ്. അമൃതേഷ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ക്ലിയർ ആണോ? നമുക്ക് ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പം ലീപ് ഇയറിൻ്റെ കേസ് ചെയ്തു. ലീപ് ഇയർ വരുന്നത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ടെക്സ്റ്റിനകത്ത് ഇതിൻ്റെ ആൻസർ ഇതുപോലെയൊന്നും അല്ല ഉള്ളത്. ടെക്സ്റ്റ് കയ്യിലുള്ളവരാണെങ്കിലും ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ നോട്ട് എഴുതേണ്ടതാണെങ്കിൽ ക്വസ്റ്റ്യന്. എന്നിട്ട് നമുക്ക് അടുത്തതിനകത്തേക്ക് പോകും. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ലേ? ആരോടെ ചോദിക്കാം? അബിനുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇനി ടെക്സ്റ്റിലില്ല വേറൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ തരുവാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്, ഇവിടെ ലീപ് ഇയർ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ നോർമൽ ഇയർ മാറ്റി. നോർമൽ ഇയർ സെലക്റ്റഡ് അറ്റ് റാൻഡം വിൽ കണ്ടെയ്ൻ 53 സൺഡേസ്. സൺഡേ തന്നെ ഇരുന്നോട്ടെ, സൺഡേ മൺഡേ ഏത് വേണമെങ്കിലും വരാം. ഒരു നോർമൽ ഇയർ സെലക്ട് ചെയ്താൽ 53 സൺഡേസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ക്വസ്റ്റ്യൻ ഇത് തന്നെ, ഞാൻ അവിടെ എന്താക്കി? നോർമൽ ഇയർ എന്നാക്കി. നോർമൽ ഇയർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമേ ഉള്ളൂ? 365 ദിവസമേ ഉള്ളൂ നോർമൽ ഇയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അബിൻ ജോൺസൺ. അബിനെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞാൽ എന്താ ക്വസ്റ്റ്യൻ ഇപ്പം കേട്ടോ? അപ്പം 365 ദിവസമാണ് നോർമൽ ഇയറിൽ ഉണ്ടാവുക. ഓക്കെ 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 അപ്പം എങ്ങനെ സ്റ്റെപ്പ് പോവുക? എങ്ങനെ? സെയിം സ്റ്റെപ്പ് തന്നെയാണ്, ചെറിയ മാറ്റമൊക്കെ വരില്ലേ? നമ്പേഴ്സ് 365 ആവും. അപ്പൊ എങ്ങനെയാ സ്റ്റെപ്പ് എങ്ങനെ എഴുതണ്ടേ? ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റെപ്പ് എങ്ങനെ വരിക? നോർമൽ ഇയർ ഈസ് ഈക്വൽ ടു പറഞ്ഞ നോർമൽ ഇയർ 365 ഡേയ്സ്. അപ്പൊ അതെങ്ങനെ ചെയ്യുക? 365 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ കാരണം? അപ്പം ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 1 എത്തിച്ചിട്ടുണ്ട്. ഇവിടെ റിമൈൻഡർ 1 അല്ലേ കിട്ടുക? 366 ചെയ്യുമ്പോൾ 2 ആണെങ്കിൽ 365 ഒന്നല്ലേ വരുള്ളൂ ബാക്കി. അപ്പം എത്ര വീക്ക് ഉണ്ട്? 52 വീക്ക് പ്ലസ് 1 ഡേ, ഒരു ദിവസം ബാക്കി വന്നു. 52 വീക്ക് കൊണ്ട് ഒരു ദിവസം ബാക്കിയുണ്ട്. ഇനി ഈ ഒരു ദിവസം ഏതൊക്കെ ആകാം? ഒരു ദിവസമേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാം. അതെ, അതിലേതെങ്കിലും ആകാം. സൺഡേ ആകാം, മൺഡേ ആകാം, ട്യൂസ്ഡേ ആകാം, വെനസ്ഡേ ആകാം, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇതിലെ ഈ 7 ഏതെങ്കിലും ഒന്നാകാം അല്ലേ? ഇത് ഒരെണ്ണേ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നേ കോമ്പിനേഷൻ ഉള്ളൂ. ഒരു ദിവസമല്ലേ ബാക്കി വരുന്നുള്ളൂ? ഒരു ദിവസം ബാക്കി വരുന്നുണ്ട്. ഈ 7 ഈ 7 ഉള്ളൂ എന്ന് വെച്ചാൽ ഓരോ ദിവസം അല്ലാണ്ട് 2 ഇവിടെ ഇല്ല. ഒരു ദിവസമേ ബാക്കിയുള്ളൂ, ഒരെണ്ണമാണ് റിമൈൻഡർ. അപ്പം ഡയറക്റ്റ് ആൻസർ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് 53 സൺഡേസ്. ഏത് ദിവസം ചോദിച്ചാലും ഇത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും സൺഡേ ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് സൺഡേ വെച്ചിട്ടുള്ള പ്രോബ്ലം തന്നെ ചെയ്യുന്നത്. ലീവ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും സൺഡേ ആണല്ലോ ഇഷ്ടം. ഓക്കെ, പ്രോബബിലിറ്റി അല്ലേ അഭിനയ്? പ്രോബബിലിറ്റി ഓഫ് 53 സൺഡേസ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും ഇവിടെ ആൻസർ വരിക? 1/. ഓക്കെ, അപ്പം അറിയാം, എന്നിട്ടാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്. കറക്റ്റ് ആൻസർ വേറെ ആർക്കും അറിയില്ലായിരുന്നു. 1/7 ആണ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ 1/7 ആണ്. അപ്പം നോർമൽ ഇയർ ആണെങ്കിൽ ആ ആൻസർ എപ്പോഴും 1/7 ആണ്. ഏത് ദിവസം ചോദിച്ചാലും മൺഡേയോ ട്യൂസ്ഡേയോ വെനസ്ഡേ ഏത് ദിവസം വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഏതാണെങ്കിൽ ഏതാണ് 1/7. ലീപ് ഇയർ ആണെങ്കിൽ 2/7. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസറുകൾ. അപ്പം ഈ 2 ക്വസ്റ്റ്യൻസും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ആവശ്യം ഉണ്ടാവും. PSC എക്സാമുകൾക്കൊക്കെ വേണ്ടതാണ്. ഈ ലീപ് ഇയറും നോർമൽ ഇയറും ഒക്കെ അറിഞ്ഞിരിക്കണം.
ദിവസങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പോൾ PSC എക്സാമുകൾക്കൊന്നും ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും വേണ്ട. അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും 1/7 1/5 2/5 നമുക്ക്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ അവിടെ ചെയ്താൽ മതി. അല്ലാണ്ട് സ്റ്റെപ്പ് ഒന്നും അവിടെ വേണ്ട. നമ്മുടെ എക്സാമുകൾക്ക് സ്റ്റെപ്പ് വേണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പിന്നെ ഇതും കൂടെ, എന്നിട്ട് അടുത്തതിനകത്തേക്ക് പോകാം. ക്ലിയർ ഇല്ലേ? ആണോ? ഞാൻ ഒന്നും കൂടെ ക്ലിയർ ഇല്ല. സൂം ഔട്ട് ആകുന്നതോ ആയില്ലേ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A bag contain 4 white 6 black 5 green balls. Find the probability that a ball is drawn from random. A question, it is white. B question, a black ball. C question, a green ball. Or D question on D question, not black ball. E question, white or green ball. ഇതാണ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിക്കോ. എ ബാഗ് കണ്ടെയ്ൻസ്, ഒരു ബാഗിനകത്ത് 4 വൈറ്റ് 6 ബ്ലാക്ക് 5 ഗ്രീൻ. എ ബോളി 4 വൈറ്റ് 6 ബ്ലാക്ക് 5 ഗ്രീൻ, ഇത്രയും ബോൾസ് ഉണ്ട് ഒരു ബോക്സിനകത്ത്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം റാൻഡം. ഇതിൽ നിന്നൊരു ബോൾ നമുക്ക് എടുക്കുന്നു, ഈ ബോക്സിൽ നിന്നൊരു ബോൾ നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബോള് വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി, ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി, ഗ്രീൻ ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി, ബ്ലാക്ക് അല്ലാണ്ടിരിക്കാനുള്ള പ്രോബബിലിറ്റി, നോട്ട് എ ബ്ലാക്ക് ബോൾ, ബ്ലാക്ക് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, വൈറ്റ് ഓർ ഗ്രീൻ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. അപ്പം ഇതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്പർ വെച്ച് ചെയ്യേണ്ടതേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ബാഗ് കണ്ടെയ്ൻ 4 വൈറ്റ് 6 ബ്ലാക്ക് 5 ഗ്രീൻ. 4 വൈറ്റ് ഉണ്ട് 6 ബ്ലാക്ക് ഉണ്ട് 5 ഗ്രീൻ ഉണ്ട് ഒരു ബോക്സിനകത്ത്. ആ ബോക്സിൽ നമ്മൾ ഒരു ബോൾ എടുക്കുന്നു. ഒരു ബോൾ എടുക്കുമ്പോൾ ആ ബോള് വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി, ഗ്രീൻ ആകാനുള്ള പ്രോബബിലിറ്റി, ബ്ലാക്ക് ബോൾ കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ആകാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുവാന്ന് നോക്കാം. അപ്പോൾ ചെയ്യേണ്ടതിനകത്ത് ആദ്യം ഇങ്ങനെയാണ് സ്റ്റെപ്പുകളുണ്ട്. ഇതിനാദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ ചെയ്യുമ്പോൾ ആദ്യം ബോൾ കിട്ടി തന്നത് തന്നെ ഒന്ന് എടുത്ത് എഴുതുക. വൈറ്റ് ബോള്, ഞാനിപ്പോൾ ഷോർട്ടായിട്ട് എഴുതുവാണ്. വൈറ്റ് 4, ബ്ലാക്ക് 6, ഗ്രീൻ
ബ്ലാക്ക് 6, ഗ്രീൻ 5. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, ടോട്ടൽ ബോൾസ്, അതിനകത്ത് ടോട്ടൽ എത്ര ബോൾ ഉണ്ടെന്ന് നോക്കുക. 15 ബോളാണ് മൊത്തത്തിലുണ്ടാവുക. മൊത്തത്തിൽ ആ ബോക്സിനകത്ത് 15 ബോൾസ് ഉണ്ട്. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ എഴുതി വെക്കും. ഇത് എല്ലാവർക്കും എഴുതാൻ അറിയാം. ക്വസ്റ്റ്യൻ കണ്ട് നമുക്ക് എഴുതാൻ ആർക്കുമാകും. ഏത് വൈറ്റ്, ബ്ലാക്ക്, ഗ്രീൻ എത്രയാണെന്ന് എഴുതുക, ടോട്ടൽ എത്രയാ ബോൾ എഴുതുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവില്ല, എല്ലാവരും ചെയ്ത് കാണും. ഞാൻ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും കയ്യിൽ ആൻസർ ഉണ്ടാവില്ലേ? ഇപ്പം ചെയ്ത് കഴിഞ്ഞില്ലേ? എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും. ആൻസറൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതല്ലേ. അക്ഷയ് എന്നാർ ചെയ്ത ആൻസർ. എ ക്വസ്റ്റ്യൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ബോൾ എത്ര എണ്ണം ഉള്ളത്? 4 എണ്ണം ഉണ്ട്. ആകെ ആ ബോക്സിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 15 എണ്ണം ഉണ്ട്. 15 എണ്ണത്തില് 4 എണ്ണം വൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ബോക്സിനകത്ത് ബോൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുവാണ്, കണ്ണടച്ചിട്ടാണ് ബോൾ എടുക്കുന്നത്. അപ്പൊ 15 ബോൾ എടുത്താൽ 4 എണ്ണം എന്തായിരിക്കും? വൈറ്റ് ആണ് അല്ലേ? അപ്പം വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി 15 4 4/15. 4/15. അതോ 15 എണ്ണത്തിൽ 4 എണ്ണം വൈറ്റ് ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. ഗ്ലാഡിസ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. പറഞ്ഞോ. ബി ക്വസ്റ്റ്യൻ കേട്ടില്ലേ? എ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ എഴുതി. വൈറ്റ് ബോൾ കിട്ടാനുള്ള 4/15 പറഞ്ഞു. ഇനി ബ്ലാക്ക് കിട്ടാണ്. ബ്ലാക്ക് പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ ഈസ് ഈക്വൽ ടു എത്രയാണ്? എത്ര ബ്ലാക്ക് ഉണ്ട്? ഓക്കെ, 6/15. അതിന് വേണമെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യാം. 3 കൊണ്ട് കട്ട് ഷോട്ട് ചെയ്താൽ 2/5 എന്ന് എഴുതാം. ഈ 3 6, ഈ 3 15. ചുരുക്കി എഴുതാൻ വേണമെങ്കിൽ അത് കട്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. അങ്ങനെ എഴുതാം. 3 കൊണ്ട് 2 കട്ട് ഷോട്ട് ചെയ്തു. 3 കൊണ്ട് 2 വെട്ടിച്ചുരുക്കി. 6ന്റെ 3 കൊണ്ട് 23 6, 5 × 3 15. ഓക്കെ, നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. പ്രോബിലിറ്റി ഓഫ് ഒരു ഗ്രീൻ ബോൾ കിട്ടാണ്. അത് എളുപ്പമാണ്. പ്രോബിലിറ്റി ഓഫ് ഗ്രീൻ ബോൾ. അശ്വന്ത് മനോജ്. പ്രോബിലിറ്റി ഓഫ് ഗ്രീൻ ബോൾ. അശ്വന്ത് പ്രസന്റ് ആണ്. ഓക്കെ, ഗ്രീൻ ബോൾ കിട്ടാനുള്ള സി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നോ? ഓക്കെ, അപ്പം സി ക്വസ്റ്റ്യൻ എന്താണ്? എത്ര ആൻസർ വരുക? ഗ്രീൻ എത്ര എണ്ണം ഉണ്ടേ? ഇവിടെ കാണുന്നില്ലേ? മെസ്സേജ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നോക്കാം അവിടെ എത്രയാ ഗ്രീൻ ഉള്ളേ. എന്നതാണ് അശ്വന്ത ഇങ്ങനെ? ഗ്രീൻ എത്ര എണ്ണം ഉണ്ട്? കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും? ഈ ഗ്രീൻ ഇവിടെ 5 എന്നുള്ളത് കാണുന്നില്ല. ബോർഡ് ക്ലിയർ അല്ല. ഗ്രീൻ എത്ര എണ്ണം ഉണ്ട്? അപ്പൊ ആൻസർ എത്രയാ വരുക? ആൻസർ അശ്വന്ത് ശ്രദ്ധിക്കുന്നൊന്നും ഇല്ല. 5 എണ്ണാണെങ്കിൽ ആകെ എത്ര ബോർഡുള്ള അശ്വന്ത്? 15 അല്ലേ? എത്ര ആൻസർ വരുക? അവിടെ നീ ആരോടെ ചോദിക്കുന്നേ? പിന്നെ ആരെയും മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നേ? എന്റെ ഗ്രൂപ്പാണെങ്കിൽ ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേ, അതിനിടയ്ക്ക് പോകാണ്ട്. ഇവിടെ ഗ്രീൻ എത്ര ബോളുണ്ട്? എത്ര ബോളാ ഗ്രീൻ ഉള്ളത് ഈ ക്വസ്റ്റിനകത്ത്? 5. ആകെ എത്ര ബോളുണ്ട് ടോട്ടൽ എത്ര ബോളുണ്ട്? 15 എണ്ണം. 15 എണ്ണത്തിൽ 5 എണ്ണാണ് ഗ്രീന്. അപ്പൊ ആൻസർ എത്ര വരുക? 5/. ഇത്ര വലിയ ബുദ്ധിമുട്ട് പറയാൻ. അവിടെ എന്താ ഈ പരിപാടി? വീട്ടിലല്ലേ ഉള്ളത് അശ്വന്ത്?
യശ്വന്ത് വീട്ടിലല്ലേ ഉള്ളേ? ഇത്ര സൗണ്ട് കേൾക്കുന്നേ? എന്താണെങ്കിലും നീ ശ്രദ്ധിക്കണ്ടേ ക്ലാസ്സിൽ? നേരത്തെ നീ ഇനി എന്തെങ്കിലും പണിയിലാണോ? ഓക്കെ, 5/15 ആൻസർ. അതിനെ കട്ട് ഷോട്ട് ചെയ്താൽ 1/3 എന്ന് കിട്ടും. 1/3 എന്ന് കിട്ടും. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. ലിജോ വർക്ക് വരാം. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ബ്ലാക്ക്. ലിജോ ഓക്കെ നോട്ട് ബ്ലാക്ക് 9/15 ആണ്. എന്തുകൊണ്ട് നോട്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാക്ക് അല്ലാണ്ട് എത്രയാണ് ഉള്ളത് നോക്കുക. ബ്ലാക്ക് മാറ്റി വെക്കുക. ബ്ലാക്ക് എത്രയാണ് ഉള്ളത്? 6 അവിടെ. ലിജോ കേൾക്കുന്നില്ലേ? അപ്പം ഓക്കെ, ബ്ലാക്ക് അല്ലാത്തത് ഗ്രീനും വൈറ്റും വരാം. നോട്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാറ്റുക. 6 ബ്ലാക്ക് മാറ്റിയാൽ പിന്നെ വൈറ്റും ഉണ്ട്, ഗ്രീനും ഉണ്ട്. അപ്പൊ ആൻസർ 9 അതിന് ചുരുക്കി എഴുതിയാൽ 3/5 എന്ന് വേണമെങ്കിൽ ആക്കാം അല്ലേ? ലിജോ കിട്ടിയില്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഇനി ഈ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ഓർ ഗ്രീൻ. പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ഓർ ഗ്രീൻ. പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ഓർ ഗ്രീൻ. വൈറ്റ് ഓർ ഗ്രീൻ എങ്ങനെയാ ചെയ്യുന്നത് നോക്കണം. പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ഓർ ഗ്രീൻ. ആദ്യത്തെ വൈറ്റ് ഓർ ഗ്രീൻ. ഇനി ആദ്യത്തെ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ വൈറ്റ് ഓർ ഗ്രീൻ. വൈറ്റ് അല്ലെങ്കിൽ ഗ്രീന്, അതിലേതെങ്കിലും ഒന്ന് വരാം. വൈറ്റും വരാം അല്ലെങ്കിൽ ഗ്രീനും വരാം. വൈറ്റ് ഓർ ആണ്. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി. വൈറ്റ് ഓർ ഗ്രീൻ ആണ്. വൈറ്റ് വരാം അല്ലെങ്കിൽ ഗ്രീൻ വരാം. രണ്ടിലേതെങ്കിലും ഒന്ന് വന്നാൽ മതി. വൈറ്റ് എത്ര എണ്ണം ഉണ്ട്? 4. ഗ്രീൻ 5. അപ്പൊ വൈറ്റ് അല്ലെങ്കിൽ ഗ്രീനോ വരാനുള്ള പ്രോബിലിറ്റി. വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ, അതിലേതെങ്കിലും ഒന്ന് വന്നാൽ മതി. അപ്പൊ വൈറ്റ് 4 എണ്ണം ഉണ്ട്, ഗ്രീൻ 5 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്രയാ? 9. 9/50. അതിന് ചുരുക്കി എഴുതിയാൽ 3/5 എന്ന് എഴുതാം. ബോർഡ് കാണുന്നുണ്ടോ ഫുള്ളായിട്ട്? ഓക്കെ, ഇപ്പൊ 9/15 ആണ് അതിന്റെ ആൻസർ. അപ്പൊ ഇതും ചെയ്ത് നോക്കണ. ഡൗട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്? അലക്സ് ഒന്നും ചോദിച്ചില്ലല്ലോ. അലക്സ് ഡൗട്ട് ഒന്നും ഇല്ലേ? ഒന്നും ചോദിച്ചൊന്നും കേട്ടില്ല. നിവേദിത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ശിഖാദാസ്. ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ചോദിക്കാനുണ്ട്. ഫിനാൻസുകാർ എല്ലാം പോയിട്ട് സബ്ജക്ട് ഗ്രൂപ്പിൽ പേര് കമന്റ് ചെയ്തു. ക്രമം ഫിനാൻസുകാർ മാത്രം. ഫിനാൻസിലെ കുട്ടികളുടെ പോയിട്ട് ഗ്രൂപ്പിൽ പേര് കമന്റ് ചെയ്തു. ഫിനാൻസുകാർ മാത്രമേ അറ്റൻഡൻസ് ഇടാൻ എളുപ്പത്തിനാണ്. ഫിനാൻസുകാർ അഡ്മിൻ ഓൺലി ആണോ ഇപ്പം? ഫിനാൻസുകാർ പോയിട്ട് പേര് കമന്റ് ചെയ്തു. ഫിനാൻസിലെ കുട്ടികൾ. ഓക്കെ, സി എക്കാരോട് ചോദിക്കാനുണ്ട്. സി എയിൽ മിഥുൻനാഥ് ആബ്സെന്റ് ആണോ?
മിഥുൻനാഥ്, മിഥുൻനാഥ് ആബ്സെന്റ്. നൈസാം, മുഹമ്മദ് നൈസാം, മുഹമ്മദ് നൈസാം ആബ്സെന്റ്. മുഹമ്മദ് ഷാക്കിർ, ഗുഡ് മോർണിംഗ്. ഷാക്കിറാണോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഷാക്കിറെ? ക്ലിയർ ആണ്. നെക്സ്റ്റ് ആദർശ് മാത്യു. ഓക്കെ, ആദർശ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. നെക്സ്റ്റ് കിരൺ. ഓക്കെ കിരൺ, ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കിരണേ? പഠിക്കുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല വീട്ടില്. വീട്ടിൽ ഇരുന്നിട്ട് പഠിത്തം കുറവാണല്ലോ. നോട്ടൊക്കെ കംപ്ലീറ്റ് ആണോ? നോട്ടൊക്കെ എഴുതി പ്രോബ്ലം ഒക്കെ ചെയ്യുന്നുണ്ടോ? പക്ഷെ വീട്ടിൽ നിന്ന് അങ്ങനെയല്ല പറഞ്ഞത്. പഠിത്തമൊക്കെ കുറവല്ലേ? എന്നാലും പോരാ. അശ്വിൻ ജോസ്. ഓക്കെ അശ്വിൻ, അശ്വിനല്ലേ? ഓക്കെ അശ്വിനെ സൗണ്ടെല്ലാം മാറിയത്. അശ്വിനകത്ത് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനിയിപ്പം പിന്നെ ഫിനാൻസുകാരുടെ ടൈം കഴിഞ്ഞ് സി എക്കാർ പോയിട്ട് പേരെല്ലാം കമൻറ്റ് ചെയ്തോ. സി എക്കാർ ഇതിനകത്ത് മിഥുൻനാഥ് നൈസാമും ആബ്സെന്റ് പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ബാക്കി എല്ലാവരും പോയി കമൻറ്റ് ചെയ്തോ. സി എക്കാർ ഫിനാൻസുകാർ പേര് കമൻറ്റ് ചെയ്തോ. അതിനകത്ത് ഫിനാൻസിൽ ഒന്ന് രണ്ട് പേരെ ഒന്ന് വിളിച്ചു നോക്കണം. ജോസഫ് ഫിൽസൺ, ജോസഫ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ജോസഫ്? ജോസഫ് ഫിൽസൺ ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, നന്ദന പി എസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നന്ദന? നെക്സ്റ്റ് ഷെറിൻ മാത്യു. ഷെറിൻ മാത്യു, ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഷെറിൻ? ഓക്കെ ആണ്, ഡൗട്ടൊന്നുമില്ല. നെക്സ്റ്റ് നിമൽ മനോജ്. ഓക്കെ, നിമൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ശിഖാദാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ശിഖ? ഇത് പിള്ളേർ എല്ലാം നടുക്കിരുന്നാണ് ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നത് അല്ലേ? ഇപ്പം എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടോ? അല്ല, സൗണ്ട് സറൗണ്ടിങ്സ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് അബിൻ ജോൺസൺ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അബിന്? ഇതൊക്കെ എങ്ങനെയാ ചെയ്തെന്നൊക്കെ ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് അക്ഷയ്. ഓക്കെ, അക്ഷയ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അതിനെ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇത് നോട്ടിനകത്തേക്ക് എഴുതി എടുക്കണം. ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇനി വേറെ ആയിട്ടൊന്നും ചെയ്തു തരുമല്ലോ, ഇതൊക്കെ നിങ്ങൾ എഴുതി എടുക്കണം നോട്ടിനകത്തേക്ക്. പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒക്കെ ഇനി കുറച്ചും കൂടെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി നോട്ട്സ് തരാൻ തുടങ്ങും. BBA കാര്യം കൂടെ കുറച്ച് ഒന്നിച്ചെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കും ഇനി ഒന്നിച്ചായിരിക്കും ക്ലാസ് എടുക്കുക. അപ്പോൾ ഒരേ ടോപ്പിക്കാണ്, അവരെന്ന് നിങ്ങളെ ഒരേപോലെ ഒന്ന് എത്തിച്ചിട്ട് കോമൺ ആയിട്ട് തുടങ്ങാം. ഒരേപോലെയുള്ള ടോപ്പിക്ക് വരുന്നുണ്ട് BBA കാർക്കും പ്രോബബിലിറ്റി ഇതുപോലെയുള്ളത്. അപ്പോൾ ഇനിയിപ്പം പുതിയ ടോപ്പിക്കൊന്നും എടുക്കുന്നില്ല. ഡൗട്ടുള്ളവർ
ചോദിച്ചോ, അല്ലാത്തവർ എക്സിറ്റ് ആയിക്കോ. പുതിയ ടോപ്പിക് ഒന്നും ഇല്ല. അറ്റൻഡൻസ് എല്ലാം ഇട്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക, അല്ലാത്തവർ എക്സിറ്റ് ആയിക്കോ. വേറെ ടോപ്പിക് എടുക്കുന്നില്ല.